നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് വന്നിട്ട് 14ാമത്തെ ദിവസമായിരുന്നു. അതായത് നമ്മളൊരു വണ്ടിയല്ല കേട്ടോ, 3 വണ്ടി ഉണ്ട് ഈ ആസാമിലേക്ക്. ഇതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടിയും കൂടി ഉണ്ട്. അങ്ങനെ 3 വണ്ടിയാണ് നമ്മൾ ആസാമിലേക്ക് വന്നത്. ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇപ്പം ഉണ്ടാക്കിയതല്ല. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് പുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. പുട്ട് എന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് പറഞ്ഞാൽ ഗ്യാസുമ്മലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിവിടെ ഫുള്ള് ലോക്കായി കിടക്കുകയാണ്. ചായ കണ്ടോ, ഫുള്ള് ലോക്കായി കിടക്കുകയാണ്. ഇവിടെ ഒരുപാട് ഈ ആസാമിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് ട്രിപ്പ് കിട്ടുന്നില്ല പറഞ്ഞാൽ നമുക്ക് ചെറിയ ട്രിപ്പുകളുണ്ട്. ചെറിയൊരു ട്രിപ്പില്ല, വലിയ ട്രിപ്പുകളുണ്ട്. പക്ഷെ വാടക നമുക്ക് വളരെ കുറവുണ്ടല്ലോ. ഒരുപാട് വണ്ടി നമ്മളിവിടെ ഓഫീസിലോ മറ്റുള്ള ഇനിയൊരു വിളിക്കാൻ ഇവിടെ ആരും ഓഫീസർമാരില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ കേരള വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡ് തരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു 12 വീലിന് കേരള വണ്ടിക്ക് റബ്ബർ കൊടുത്തിട്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു കേരള വണ്ടി, ഞങ്ങൾ 3 കേരള വണ്ടി. ഇന്നേക്ക് 14ാമത്തെ ദിവസമാണ്. ഇവിടുന്ന് കഴിച്ചിലാകാൻ എന്തേലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് പറയണത് കാണുകയാണെങ്കിൽ. ഇത് കാണുന്നില്ല, എന്നാലും വെറുതെ ഇങ്ങനെ പറയാന്നുള്ളൂ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഗ്യാസ് വരെ ലാസ്റ്റ് ഇന്നത്തോടു കൂടി ഗ്യാസും തീരും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് ഒരു മലയാളികളും 6 വീലോ ഇനി 12 വീലോ ആയിക്കോട്ടെ കയ്യിലും എടുക്കുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഇവിടേക്ക് 150 വാടക എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 1500 കിലോമീറ്റർ കാലി ഓടാനുള്ള വാടകയും കൂടിയും പറഞ്ഞിട്ട് വേണം ആസാമിലേക്ക് ട്രിപ്പ് എടുക്കാൻ. ആസാമിൽ അപ്പോൾ എല്ലാവരും പറയും അവിടുന്ന് ട്രിപ്പുണ്ട് ഇവിടുന്ന് ട്രിപ്പുണ്ട്. നമ്മളിഞ്ഞ് വിളിക്കാത്ത സ്ഥലങ്ങളിൽ ഗുവാഹട്ടി, സിൽഗുരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെല്ലായിടത്തും നമ്മൾ വിളിച്ച് ട്രിപ്പ് അന്വേഷിച്ചു. കേരള വണ്ടി എന്ന് പറയുമ്പോൾ വലിയ തരുന്നില്ല. നിങ്ങൾ പറയാം അപ്പം ആപ്പില്ലേ, ബ്ലാക്ക് ബക്കില്ലേ, മറ്റേ ആപ്പിൻ്റെ പേരിപ്പോൾ എന്താ, FR8 ഇല്ല എന്നൊക്കെ. പക്ഷേ ഈ ബ്ലാക്ക് ബക്ക്, FR8 ഇതിലെല്ലാത്തിലും നമ്മൾ നോക്കി. ഇവരെല്ലാവരും ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുമല്ലോ, അവരുടെ ഡീലർ നമ്പർ വരുമല്ലോ. അപ്പോൾ കേരള വണ്ടി എന്ന് പറയുമ്പോൾ ട്രിപ്പ് തരുന്നില്ല. ഭയങ്കര ക്ഷീണമാണ്. ഇനി ഇവിടെ എത്ര ദിവസം കിടക്കേണ്ടി വരുന്ന അറിയില്ല. ഇന്നേക്ക് 14ാമത്തെ ദിവസം ഉണ്ടാവും. ഒരു കേരള വണ്ടി, ഇവിടെ ഒരു കേരള വണ്ടി, ഇതിൻ്റെ അപ്പുറത്തൊരു കേരള വണ്ടി. ഇവിടെ ഒരു കേരള വണ്ടി കൂടി ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് നിൽക്കോ സിൽഗുരിക്ക് ലോക്കലെടുത്ത് പോയി. അത് സീനാണെങ്കിലും ഇവിടുന്ന് എങ്ങനെയും കഴിച്ചില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നും കൂടി നോക്കും. ഇന്നും കൂടി നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നമ്മളൊരു 1500 കിലോമീറ്റർ കാലി ഓടാനുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇനി കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് ട്രിപ്പ് എടുക്കണോല് ഒന്ന് ശ്രദ്ധിക്കുക പറഞ്ഞാൽ നമുക്ക് തിരിച്ച് 1000 കിലോമീറ്റർ കാലി ഓടാനുള്ളൊരു വാടക എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാൻ. നമ്മൾ വിചാരിക്കും, നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 1.5 ലക്ഷം ഉറുപ്പ്യക്ക് വാടക കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ വിചാരിച്ചു 35 രൂപ വണ്ടിക്ക് ബാലൻസ് 35 രൂപ, അപ്പ് ആൻഡ് ഡൗൺ 35 ബാലൻസ് കിട്ടിയാൽ പോരെ. പക്ഷെ അതല്ല കേട്ടോ, ഇങ്ങോട്ട് ആസാമിലേക്ക് വരുമ്പോഴുള്ള വിഷയം വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആസാമിലേക്കാണെങ്കിൽ 1000 കിലോമീറ്റർ കാലി ഓടാനുള്ള വാടക ഉണ്ടെങ്കിൽ, അതായത് 1.5 വാടക എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30,000-40,000 എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലാതെ മലയാളി വണ്ടിയായിട്ട് ഇങ്ങോട്ട് എടുക്കണ്ട, ആസാമിലേക്ക് എടുക്കണ്ട. അത് ടാസ്ക്കാണ്. ഇനി പോരുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ 14ാമത്തെ ദിവസമാണ്. ഇനി ഇവിടെ എത്ര ദിവസം കിടക്കേണ്ടി വരുന്ന അറിയില്ല. ഓക്കെ.